ഹലോ മക്കളെ, നമ്മുടെ ബയോളജി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചാലോ? നോക്കിക്കേ, ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ആൻഡ് നെയിം ദ RNAs X and Y. എക്സ് വൈ എന്നീ RNA-കളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്ത് RNA ആണെടാ? റൈബോസോമിൽ കാണുന്ന റൈബോസോമൽ RNA അല്ലെ, rRNA ആണ്. Y എന്ന് പറയുന്നതോ ട്രാൻസ്ഫർ RNA, അതായത് നമ്മുടെ tRNA ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൺ ഓഫ് വൈ. എക്സ് വൈ ഇവയുടെ ഓരോ ധർമ്മം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 RNA-യുടെയും ധർമ്മം നിങ്ങൾ പഠിച്ചു വെക്കണം, കാരണം ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ mRNA അഥവാ മെസഞ്ചർ RNA എന്ത് ചെയ്യുന്നു? ഇറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം DNA ഫോർ പ്രോട്ടീൻ സിന്തസിസ് അല്ലെ, പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ സന്ദേശങ്ങളെ വഹിക്കുന്ന ആള് mRNA, മെസഞ്ചർ RNA ആണ്. അടുത്തത് ഏതാണ്? നമ്മുടെ tRNA, ട്രാൻസ്ഫർ RNA അല്ലെ. ഇറ്റ് ക്യാരീസ് ഡിഫറെന്റ് അമിനോ ആസിഡ് ടു റൈബോസോം, അതായത് പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ വിവിധ തരം അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ tRNA ആണ്. അടുത്തത് ഏതാണ്? നമ്മുടെ rRNA, റൈബോസോമൽ RNA അല്ലെ. യെസ്, അതായത് റൈബോസോമൽ RNA-യുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ? അമിനോ ആസിഡുകളുടെ ഇടയിലുള്ള ബോണ്ട് ഫോർമേഷൻ അല്ലടാ. എന്താണ്? റൈബോസോമുകളുടെ പ്രധാന ഘടകമായിട്ടുള്ള rRNA അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിനാണ് സഹായിക്കുന്നത്. അപ്പൊ ഈ 3 RNA-യുടെയും ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ.